ചേട്ടാ അടിപൊളി കുഞ്ഞോ ഇനി സ്ഥിരം വിഷായിട്ട് ഉണ്ടാക്കിക്കോളാം കേട്ടാ. ഇനി സ്ഥിരം വിഷ ഇതാണ് മനുഷ്യൻ ഒരു കാര്യങ്ങളും ചെയ്യാത്തത്. ഇതെന്താ ഉണ്ടാക്കണേ? ഇതാണ് മന്തുട്ടങ്കായ പുഴുങ്ങിയത് 56 കഷണം. എന്താ കഴിഞ്ഞു പുഴുങ്ങിയത് 56 എന്തോന്നാ ചേട്ടാ പരിപാടി? ചപ്പാത്തിയാ? വട്ടത്തിലുള്ള പഴംപൊരി ഉണ്ടോ? വട്ടത്തിലാ? എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവർക്കും തികയാൻ വേണ്ടി വട്ടത്തിലോ? 2 പഴമുള്ളൂ. ഓഹോ, വട്ടത്തിലെന്നാലും പഴംപൊരി പിള്ളേർക്ക് ഇങ്ങനെ അങ്ങനെയല്ല, നീളത്തിലരിയോ? പഴംപൊരി ഉണ്ടാക്കണം എന്നുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ, അരി അറിയില്ല. അങ്ങനെ ചെയ്യും. സ്നേഹനിധിയായ ഭർത്താവ് അമ്മ അവിടെ വെറുതെ എന്നെ ട്രോളാനാവുള്ളൂ. എന്തായാലും കൊള്ളാം. ഇത് ഇതിന്റെ ബാറ്ററി കുറുമുറു കഴിക്കാനുള്ളത്. ഈ ശബ്ദം കേൾക്കണോ നോക്ക്. സൂപ്പറാ. അച്ഛൻ ഉണ്ടാക്കണം ഭയങ്കര സൂപ്പറാ. അമ്മ ഒരു ടേസ്റ്റ് പൊടി അച്ഛൻ കൊച്ചേ. ഡേ കുട്ടികളെ വരോ, കളിയാണ് കളി. എങ്ങനെയുണ്ടാ അച്ഛനാടാ? വിഷ്ണുമാമ ഉണ്ടാക്കിയ സ്പെഷ്യൽ പഴംപൊരിയാ. നീ വേണമെങ്കിൽ ചോദിക്കോ, ഭയങ്കര ടേസ്റ്റാ. എല്ലാം ചെറുതില്ല. മിക്ക കഴിക്കാം, കഴിക്കട്ടെ കുട്ടികളെ കഴിക്കട്ടെ. എങ്ങനെയുണ്ടാ തന്നെ? കൊള്ളാം. അപ്പൊ ഇനി സ്ഥിരം വിഷ്ണുമാമനെ കൊണ്ട് ഉണ്ടാക്കിക്കണം. ഒരു നാണോ. ശരിക്കും സൂപ്പറാട്ടോ, അടിപൊളിയാട്ടോ. നല്ല കുറുമുറുന്നിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വിഷായിട്ട് ഒരു ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടറിയോ ഇതിന്റെ അതും അടിപൊളിയാട്ടോ. അത് ചിലപ്പോ ആർക്കും അറിയണ്ടാവില്ല. ഇവിടെ ഉണ്ടാക്കിയ പേരാ, ഇവിടത്തെ പേരാണ് ഇൻട്രിയപ്പം. ശരിക്കും പണ്ടേ ഇവിടെ ഇൻട്രിയപ്പം എന്നാ പറയാ. എന്തിട്ട് സാധനം ഇൻട്രിയപ്പം അത് പറയണം. ഇൻട്രിയപ്പം നമ്മുടെ ഈ കഴിഞ്ഞ പഴംപൊരിയുടെ ബാറ്ററിന്റെ ഉള്ളില് ശർക്കരയും നാളികേരം ഇട്ടിട്ട് ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ ചുറ്റിക്കും. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരു ബ്രൗൺ കളർ അടിയിലാക്കി കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിടും. എന്നിട്ടൊരു വലിയൊരപ്പം